നമസ്കാരം, കൊട്ടാരക്കര വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. 22 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിന് 480 രൂപയാണ് ഇന്ന് മാത്രം കുറഞ്ഞത്. ഇതോടെ വില 65,800 രൂപയായി. ഗ്രാമിന് 60 രൂപ കുറഞ്ഞത് 8,225 രൂപയുമായി. രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് സ്വർണ്ണവില 66,000-ന് താഴെ എത്തുന്നത്. ദിനംപ്രതി എന്നോണം കൂടിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണവില ഈ മാസം 3 തൊട്ടാണ് ഇടിയാൻ തുടങ്ങിയത്. അന്ന് പവന് 68,480 രൂപയായിരുന്നു. പിറ്റേന്ന് ഒറ്റയടിക്ക് 1,280 രൂപ കുറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ പവന് 2,000-ലധികം രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. സ്വർണം വാങ്ങാൻ പോകുന്നവരെ സംബന്ധിച്ച് ഇതൊരു ലോട്ടറി തന്നെയാണ്. വരും ദിവസങ്ങളിലും ഈ പ്രവണത തുടർന്നേക്കും. പവന് 1,00,000-ൽ താഴെ പോകുമെന്നാണ് പലരുടെയും കണക്കുകൂട്ടൽ. സ്വർണ്ണവിലയിൽ 38% വരെ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നത്. വരാനിരിക്കുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യവും വിപണിയിലെ ട്രെൻഡും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ വില വൈകാതെ കുത്തനെ ഇടിയുമെന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ 70,000 രൂപ കൊടുത്താലും 1 പവൻ സ്വർണം കിട്ടാത്ത സ്ഥിതിയായിരുന്നു. പണപ്പെരുപ്പം, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, ഒപ്പം അത് സൃഷ്ടിച്ച സാമ്പത്തിക അസ്ഥിരത എന്നിവ സ്വർണ്ണവില വർദ്ധിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക രംഗത്ത് വില തിരിച്ചടിയാകുമെന്ന തോന്നൽ നിക്ഷേപകരെ മറ്റ് ഇടപാടുകളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നല്ലൊരു പങ്കും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കണ്ടു. അത് വലിയ തോതിൽ സ്വർണ്ണവില ഉയരാൻ കാരണമായി. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടെ സ്വീകരിക്കുന്ന നയങ്ങളും വിപണിയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കാൻ കാരണമായി. എന്നാൽ മറ്റു ചില കാരണങ്ങൾ സ്വർണ്ണവില താഴ്ത്തുമെന്ന് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നു. സ്വർണത്തിന്റെ വിതരണം വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണം.